അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്ന വിഷയം, വളരെ ഏറെ ആൾക്കാർ സിഹർ സംബന്ധമായി പൈശാചിക പ്രശ്നങ്ങളെ കൊണ്ട് വർഷങ്ങളായി 10, 15, 20 വർഷങ്ങളായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. എത്ര ചികിത്സ ചെയ്താലും, എത്ര കൈവശം ചതിച്ചാലും പോവാത്ത സിഹറുകൾ, അതായത് സിഹറിന് പഴക്കങ്ങളുണ്ട്. ഒരുപാട് വർഷത്തെ പഴക്കം സിഹറിന് വന്നു കഴിഞ്ഞാലും അത് രക്തത്തിൽ അലിയുക എന്നൊരവസ്ഥയുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അസ്മാകൾ കൊണ്ട് മാത്രം ചികിത്സ നടക്കണമെന്നില്ല. അതിന് ചെയ്യേണ്ടത് ദർഗകളുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. പലപ്പോഴും പലരുടെയും തെറ്റിദ്ധാരണയാണ്, പൈശാചിക പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിഹർ ബാധ ഏറ്റു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാധാദോഷം വന്നു കഴിഞ്ഞാൽ ഒരു സിയാറത്ത് കൊണ്ട് സിഹർ ബാത്തിലായി പോകും, അല്ലെങ്കിൽ പിശാചി പോകും എന്നുള്ളതാണ്. മഹാന്മാർ ചികിത്സ ഏറ്റെടുക്കാറുണ്ട്. ഏറ്റെടുക്കുന്ന മഖാമുകളുണ്ട്. ഏർവാടി, അതുപോലെ തന്നെ ലക്ഷ്മീശ്വരം, ഇങ്ങനെയുള്ള കേസ് ഏറ്റെടുക്കുന്ന മഖാമുകൾ മാത്രമുണ്ട്. പിശാചിക പ്രശ്നങ്ങൾക്ക്, സിഹർ ബാധക്ക് മഹാന്മാർ കേസ് എടുക്കുകയും അതിനുവേണ്ടി അവിടെ പോവുകയും കുറച്ച് ദിവസം താമസിക്കേണ്ടതൊക്കെ വരും. അങ്ങനെ ആയാലേ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ വർഷങ്ങളായിട്ട് ചികിത്സ മാത്രം, അതായത് അസ്മാ ചികിത്സ, തത്സമ ചികിത്സകൾ ചെയ്തു വരുന്നവർ ഒരിക്കൽ പോലും മക്കാമുകളിൽ പോവുകയോ, ചിലപ്പോൾ പോവും, ജസ്റ്റ് ഒന്ന് പോയിട്ട് വരും, ഞാൻ അവിടെ പോയിട്ട് വന്നു എന്ന് മാത്രം പറയും. അതുകൊണ്ട് കാര്യമായില്ല. അതുപോലെ തന്നെ എല്ലാ ദർഗകളും, എല്ലാ മക്കാമുകളും, പ്രശസ്തമായ മക്കാമുകൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ചിലപ്പോൾ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ അവർ ഇഷ്ടപ്പെടില്ല. കാരണം അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവാം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. കാരണം എല്ലാ ദർഗകളിലും മഹാന്മാർ കൈകാര്യം ചെയ്യുന്നവർ തന്നെയാണ്, മഹാന്മാർ സഹായിക്കുന്നുമുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ അവിടെ കേസ് ഏറ്റെടുത്തിട്ട് അവിടെ പരിഹരിക്കുക എന്നുള്ളത് അവിടെ പ്രായോഗികമല്ലാത്തതുകൊണ്ടായിരിക്കാം അവിടെ നിങ്ങൾക്ക് ഒരു ഇത് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അറിയപ്പെട്ട കേസ് എടുക്കുന്ന കേരളത്തിൽ തന്നെ ഒരുപാട് മക്കാമുകളുണ്ട്. ഏതെങ്കിലും ദർഗ, നിങ്ങൾ വീട്ടിനടുത്തുള്ള ഏറ്റവും ദർഗയുമായിട്ട് നിരന്തരം ബന്ധപ്പെടുക എന്നുള്ള അതിനുള്ള ഒരു വഴി. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവിടെ സിയാറത്തിന് പോകണം, പോയിട്ട് പ്രയാസങ്ങൾ പറയണം. ആ പറയുമ്പോൾ അവർ വഴി കാണിക്കും. എന്നിട്ട് വേണം നിങ്ങൾ പ്രശസ്തമായിട്ടുള്ള മറ്റു മക്കാമുകളിലേക്ക് പോകാൻ. ഞാനിത് പറയുന്നത് വർഷങ്ങളായി സിഹിർ ബാധ കൊണ്ട്, പൈശാചിക പ്രശ്നങ്ങൾ കൊണ്ട് അവർക്കൊരു മോചനമില്ലാതെ അവിടെ പോകുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, മാറിയിട്ടില്ല, കുറച്ച് സമാധാനം കിട്ടും, വീണ്ടും തുടങ്ങും, വീണ്ടും ചെയ്യും. അപ്പോൾ പണവും സമയവും സാമ്പത്തികവും തകർന്നു പോകുന്ന ഒരവസ്ഥ, ഒന്ന് ശാരീരികമായിട്ടുള്ള വല്ലാത്തൊരവസ്ഥ, മാനസികമായിട്ടുള്ള വല്ലാത്തൊരവസ്ഥ, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെയുള്ള ആൾക്കാർ വെറുതെ വീട്ടിലിരിക്കാതെ, വെറുതെ അവിടെ ഇവിടെ പോകുന്നതിന് പകരം അതിൽ നിങ്ങൾക്ക് മോചനം ഇല്ല എന്നറിഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരം മക്കാമുകളായി ബന്ധപ്പെടുകയും ചികിത്സ തേടുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അതിനുള്ളൊരു വഴി കിട്ടുമെന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ അടുത്തടുത്ത വീഡിയോകളിലായിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുകയും അറിയിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ സിഹറുകളൊക്കെ ബാത്തിലാക്കറ്റു മനുഷ്യൻ്റെയും പിശാച്ചിൻ്റെയും ജിന്നിൻ്റെയും വഞ്ചനകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആവശ്യത്തോടെ ഇത്തരത്തിലുള്ള മറ്റു വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് കാണാം.